രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപതിയാണ്. 16-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ വന്ദന ശ്ലോകങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തോടെ 16-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കേൾക്കാൻ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയും പ്രാണസഖിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. 117-ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ് മോക്ഷം കിട്ടുന്നവർക്ക്. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അത് പിന്നെ വേണ്ടുന്നവരത് കാണുക. ഇവിടെ വന്ന് കൊല്ലത്താണ് ഞാൻ. വേണ്ടുന്നവർക്ക് കൊല്ലത്ത് വന്ന് നിങ്ങൾക്ക് ചേരാവുന്നതാണ്. അതേ കണക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. അപ്പം നിങ്ങൾ അത് കാണുക. സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. ജ്യോതിഷപരമായ എല്ലാ സംശയങ്ങളും തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, കേൾക്കണം. ഭക്തമീരയുടേതുണ്ട്. ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു അറിവുകൾ നൽകുന്ന നിരവധി വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. മോട്ടിവേഷൻ വീഡിയോസ് വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. ഓം രാധാവല്ലഭായ സ്വാഹ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമ്മൾ അഷ്ടപതിയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യവും കൂടെ പറയട്ടെ. കഠിന കൃഷ്ണഭക്തനായ ഞാൻ
എങ്ങനെ രാധാഭക്തനായ എന്നത് കേൾക്കണം. 2 രാധാകവചങ്ങൾ ഇട്ടിട്ടുണ്ട്. 2 രാധാകവചം ചൊല്ലിയാലേ പ്രയോജനമുള്ളൂ. അതിൻ്റെ ക്ലാസ്സുമുണ്ട്, പ്രത്യേകം പഠിപ്പിച്ചതുമുണ്ട്. രാധാ സഹസ്രനാമം ഒരു പദം ജപിച്ചാൽ എന്ന ഹെഡിങ്ങിലെ വീഡിയോ നിങ്ങൾ കേൾക്കണം. രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ കേൾക്കണം. അപ്പം നമുക്കിപ്പം അഷ്ടപതി പാടിത്തരുന്നത് ജിജിനാണ്. ജിജിന നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട രാധേ ചാനലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ജിജിൻ പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. ബാധാം വിദേഹി മലയാ നില പഞ്ചഭാണ പ്രാണാൻ ഗൃഹാണന ഗൃഹം പുനരാശ്രയിഷ്യേ കിം തേ കൃതാന്ത ഭഗിനി ക്ഷമയാ തരംഗൈ രംഗാനി സിഞ്ച മമ ശാമ്യതു ദേഹദാഹ. അപ്പോൾ നമ്മുടെ ജിജിന അത് പാടി തന്നത് കേട്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞു തരാം. ബാധാം വിദേഹി മലയാ അനില പഞ്ചബാണ പ്രാണാൻ ഗ്രഹാണ ന ഗ്രഹം പുനരാശ്രയിക്ഷേ കിം തേ കൃതാന്ത ഭഗിനി ക്ഷമയാ തരംഗൈരംഗാനി സിഞ്ച മമ ശാമ്യതു ദേഹദാഹ. അർത്ഥം എഴുതിക്കൊള്ളൂ. ബാധാം വിദേഹി, അർത്ഥം എന്നെ ദുഃഖിപ്പിക്കുന്നു, എന്നെ ദുഃഖിപ്പിക്കുന്നു. മലയ അനില, മലയ പർവ്വതത്തിലെ കാറ്റ്. മലയ അനില, മലയ പർവ്വതത്തിലെ കാറ്റ്. പഞ്ചബാണ, പഞ്ചബാണൻ കാമദേവൻ, പഞ്ചബാണ കാമദേവൻ. പ്രാണാൻ, അർത്ഥം എഴുത് പ്രാണനെ, പ്രാണാൻ പ്രാണനെ. ഗ്രഹാണ, അപഹരിക്കുന്നു. ഒരാളുടെ സ്വർണം അപഹരിച്ചുകൊണ്ട് പോയെന്ന് പറയത്തില്ലേ നമ്മൾ, എടുത്തുകൊണ്ട് പോകുന്നു, അപഹരിക്കുന്നു. നഗ്രഹം, വീട്ടിലേക്കില്ല. നഗ്രഹം, വീട്ടിലേക്കില്ല. പുനരാശ്രയിഷ്യേ, ഇനി ആശ്രയിക്കുന്നില്ല. പുനരാശ്രയിഷ്യേ, ഇനി ആശ്രയിക്കുന്നില്ല. അപ്പം നഗ്രഹം പുനരാശ്രയിഷ്യേ ചേർത്തെഴുതുക. നഗ്രഹം പുനരാശ്രയിഷ്യേ, ഇനി വീട്ടിലേക്ക് മടങ്ങുന്നില്ല. കിം, എന്തിന്. കിം, എന്തിന്. കൃതാന്ത ഭഗിനി, യമന്റെ സഹോദരിയായ കാളിന്തി. കൃതാന്ത ഭഗിനി, അർത്ഥം യമന്റെ സഹോദരിയായ കാളിന്തി. ക്ഷമയ, ക്ഷമയ ക്ഷമിക്കുന്നത്. തരംഗൈ, തരംഗൈ തരംഗങ്ങളാൽ, ഓളങ്ങളാൽ. തരംഗൈ തരംഗങ്ങളാൽ അല്ലെങ്കിൽ ഓളങ്ങളാൽ. അങ്കാനി, അവയവങ്ങളെ. അങ്കാനി, അവയവങ്ങളെ. സിഞ്ച, നനച്ചാലും. സിഞ്ച, നനച്ചാലും. മമ, എൻ്റെ. ശാമ്യതു, ശമിപ്പിച്ചാലും. ശാമ്യതു, ശമിപ്പിച്ചാലും. ദേഹദാഹ, ദേഹത്തിൻ്റെ ചുടു നീറ്റൽ. ദേഹത്തിൻ്റെ ചുടു നീറ്റൽ. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിച്ചിരി പ്രശ്നങ്ങളുള്ളൊരു ശ്ലോകമാണ്. അല്ലയോ മലയപർവ്വതത്തിലെ കാറ്റേ, നീ എന്നെ ദുഃഖിപ്പിച്ചുകൊള്ളൂ. അനുവാദം കൊടുക്കുകയാണ്. അല്ലയോ മലയപർവ്വതത്തിലെ കാറ്റേ, നീ എന്നെ ദുഃഖിപ്പിച്ചുകൊള്ളൂ. എന്നിട്ട് കാമദേവന്റെ നേർക്ക് തിരിയാണ്. ഏ കാമദേവ, അങ്ങയുടെ 5 അമ്പുകളും ആ 5 അമ്പുകളും എയ്ത് എൻ്റെ പഞ്ചപ്രാണങ്ങളെയും എടുത്തുകൊണ്ടുപോ. രാധാജി അനുമതി കൊടുക്കുകയാണ്. കൊല്ലന്നെ എന്ന് നമ്മൾ മലയാളത്തിൽ സാധാ പറയുന്നതിന് പകരമാണ് പറയുന്നത്, ആ മലയപർവ്വതത്തിലെ കാറ്റേ, നീ എന്നെ ദുഃഖിപ്പിക്കൂ. അല്ലയോ കാമദേവ, നിന്റെ 5 അമ്പുകളും എയ്ത് എൻ്റെ പഞ്ചപ്രാണങ്ങളെ നീ അപഹരിച്ചു കൊള്ളൂ. കാരണം ഞാൻ ഇനി വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു പോകുന്നില്ല. ഇനി ഞാൻ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലയോ യമദേവന്റെ സഹോദരിയായ കാളിന്തി, ഭവതി മാത്രം എന്തിനാണ് എന്നോട് ക്ഷമിക്കുന്നത്? എന്നോട് മലയപർവ്വതം ക്ഷമിക്കുന്നില്ല, കാമദേവൻ ക്ഷമിക്കുന്നില്ല, പിന്നെ യമദേവന്റെ സഹോദരിയായ
കാളിന്തി മാത്രം എന്തിനാണ് എന്നോട് ക്ഷമിക്കുന്നത്? എൻ്റെ ഈ അവയവങ്ങളെ മുഴുവൻ, എൻ്റെ ശരീരത്തെ മുഴുവൻ നീ ജലം കൊണ്ട് മൂടൂ. അങ്ങനെ ജലത്തിൽ നനച്ച് എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചുട്ടുപൊള്ളുന്ന അവസ്ഥ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കാളിന്തി നീ യമന്റെ സഹോദരിയല്ലേ, യമന്റെ ജോലി നീ തന്നെ ചെയ്യൂ. എന്നെ ശിരസ് വരെ മൂടി എന്നെ നീ അങ്ങെടുക്കൂ. അങ്ങനെ എൻ്റെ പ്രാണൻ നിൽക്കട്ടെ, ഞാൻ മരിക്കട്ടെ. കാളിന്തി നിന്നിൽ മുങ്ങി ഞാൻ മരിക്കട്ടെ. ഇതാണ് രാധാറാണി പറയുന്നത്. ഇവിടെ കൃഷ്ണനുമായുള്ള വേർപാടിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ് രാധാറാണി. കൃഷ്ണന്റെ വേർപാട് രാധാറാണിക്ക് അല്പം പോലും സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വച്ച് ജീവിതം അവസാനിപ്പിക്കാനുള്ള ഉഗ്ര ശപഥമെടുക്കുകയാണ് രാധാറാണി. ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് ഉഗ്ര ശപഥമെടുത്തു. എന്നിട്ട് കാറ്റിനോട് പറയുകയാണ്, അല്ലയോ മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന ചന്ദനക്കാറ്റേ, നീ ഇനി എന്തിനാ കാത്തു നിൽക്കുന്നത്? വരൂ, എത്രത്തോളം എന്നെ ദുഃഖിപ്പിക്കാമോ അത്രത്തോളം നീ എന്നെ ദുഃഖിപ്പിക്കൂ. കാരണം ഇനി എനിക്ക് ഒന്നും ചിന്തിക്കാനില്ല. ജീവിക്കാനുള്ള എൻ്റെ ആഗ്രഹം അവസാനിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവന് ഇനി ഒന്നിനെയും ഭയമില്ല. അതാണ് മരിക്കാൻ തീരുമാനിച്ചവന് ഇനി എന്തിനെയാണ് ഭയം? മരിക്കാൻ തീരുമാനിച്ച ഒരുത്തനെ പോലീസുകാരൻ വന്ന് കുത്തിന് പിടിച്ചാൽ അവനും തിരിച്ചു കുത്തിന് പിടിക്കും, ഇടി കൊടുത്തെന്നിരിക്കും, ചിലപ്പോൾ അവനെ കൊന്നെന്നിരിക്കും. കാരണം അവൻ മരിക്കാൻ പോവുകയാണ്. ഇനി ഒന്നും ഒരു വിഷയമല്ല. അപ്പൊ രാധാറാണി പറഞ്ഞു, ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ്. മലയപർവ്വതമേ, നിന്റെ കാറ്റേറ്റ് ദുഃഖിക്കുമ്പോൾ ഞാൻ സങ്കടപ്പെടുന്നു. നിന്റെ കാറ്റ് വരുമ്പോൾ അത് എന്നിൽ ദുഃഖമേൽപ്പിക്കുമ്പോൾ എനിക്ക് പ്രയാസം അനുഭവപ്പെടൂ. ഇവിടെ ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കൃഷ്ണനുമായി പിണങ്ങിയതിൽ നിനക്കുള്ള പക എത്രമാത്രം ഉണ്ടെങ്കിൽ തീർത്തോ. ബാ, ഈ രാധ റെഡി. നീ എത്രമാത്രം എന്നെ ദുഃഖിപ്പിക്കുന്നോ അത്രമാത്രം എന്നെ ദുഃഖിപ്പിച്ചോളൂ. അങ്ങനെ കൈവിട്ട ഒരവസ്ഥയിലാണ് രാധാറാണി. ഇതൊരു വെല്ലുവിളിയാണോ മലയപർവ്വതത്തോട്? പരിഭവമാണോ? സങ്കടം കൊണ്ട് പറയുകയാണോ എന്ന് ഇതുവരെ നിരൂപകർക്ക് പോലും കൃത്യമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഫസ്റ്റിൽ ആദ്യം മലയപർവ്വതത്തെ വിളിച്ചിട്ട് പറയുന്നു, ഇനി നീ എന്നെ ഒന്നും ചെയ്യാനില്ല. ഈ രാധ കൃഷ്ണന്റെ വേർപാട് മുഖാന്തരം മരിക്കാൻ തീരുമാനിച്ചു. ബാ, എന്നെ ദുഃഖിപ്പിച്ചുകൊള്ളൂ. എന്നിട്ട് കാമദേവന്റെ അടുത്ത് തിരിഞ്ഞു, നീയല്ലേ കൃഷ്ണന്റെ അടുത്ത കൂട്ടുകാരൻ, കൃഷ്ണനുമായി ഞാനൊന്ന് പിണങ്ങിയതിന് നീയും പക തീർക്കുകയല്ലേ? തീർത്തോ. നിനക്ക് പക തീർക്കാൻ കിട്ടുന്ന അവസാനത്തെ അവസരമാണിത്. കാരണം ഇനി ഒരു നേരം പുലർന്നാൽ നിനക്ക് അവസരം കിട്ടില്ല. രാധ ഈ ഭൂമുഖത്തുനിന്ന് പോകാനായി തീരുമാനിച്ചു. അതുകൊണ്ട് കാമദേവ, എൻ്റെ പഞ്ചപ്രാണങ്ങളെയും എടുത്തുകൊള്ളൂ. ഏതൊക്കെയാണ് പഞ്ചപ്രാണൻ? 1 പ്രാണവായു, 2 അപാനവായു, 3 സമാനവായു, 4 ഉദാനവായു, 5 വ്യാനവായു. ഇതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? പഞ്ചപ്രാണം. അതായത് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഊർജത്തെയാണ് പ്രാണൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു ഊർജം നിൽപ്പുണ്ട്. ആ ഊർജത്തിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? പ്രാണൻ എന്ന് പറയുന്നത്. ഈ ദിവ്യമായ പ്രാണവായു, അതായത് പ്രപഞ്ചത്തിൻ്റെ ഊർജം നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരപ്രവൃത്തിയെ ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജമായ പ്രാണവായുവാണ് നിയന്ത്രിക്കുന്നതെന്ന് വാസിഷ്ഠം എന്ന വിശുദ്ധമായ ഗ്രന്ഥത്തിനകത്ത് പറയുന്നു. ഇനി ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ആദ്യമായിട്ട് അപാനൻ. ആരാണ് അപാനവായു എന്ന് പറയുന്നത്? അല്ലേ, ഈ അപാനവായു നമ്മുടെ നാഭിയിൽ നിന്ന് മൂലാധാരത്തിലെത്തുന്ന വായുവാണ്. ഇത് താഴേക്ക് പോകുന്നതാണ്. നമ്മുടെ വിസർജനത്തെയും പ്രത്യുൽപാദനത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഊർജത്തിൻ്റെ ഒരു ഭാഗമായ അപാനവായുവാണ്.
രണ്ട് സമാന വായുവാണ്. അത് നാഭിയിൽ നിന്ന് നമ്മുടെ ഡയഫ്രം വരെ വശങ്ങളിലേക്ക് ഒഴുകുന്ന വായു. 3 ഉദാനനാണ്, അത് കഴുത്തിന് മുകളിലുള്ള ഭാഗത്തെ നിയന്ത്രിക്കുന്നു. മനസ്സിലായില്ലേ? 4 പ്രാണവായുവാണ്, അത് നെഞ്ചിൽ നിന്ന് മുകളിലേക്ക്, ശരീരത്തിൻ്റെ മുകളിലേക്ക്, കഴുത്തിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ ശ്വാസം വലിച്ചെടുക്കുന്നതിനുള്ള ശക്തി നമുക്ക് നൽകുന്നത് പ്രാണവായുവാണ്. നമ്മൾ പറയത്തില്ലേ പ്രാണവായു നിന്നു പോയാലെന്ന് പറയത്തില്ലേ നമ്മൾ? അപ്പം നമുക്ക് ഈ അന്തരീക്ഷത്തിലെ വായുവിനെ വലിച്ചെടുക്കാനുള്ള ശക്തി നൽകുന്നത് അതാണ് പ്രാണവായു. 5-മത്തത് വ്യാനനാണ്. വ്യാനൻ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും വ്യാപിച്ച് ശരീരത്തിൻ്റെ മുഴുവൻ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് വ്യാനൻ. ഇങ്ങനെ 5 പേര്, അതായത് പ്രപഞ്ചത്തിൻ്റെ ഊർജം നമ്മുടെ ശരീരത്തുണ്ട്. നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഊർജത്തെ പ്രാണൻ എന്ന് വിളിക്കുന്നു. ആ പ്രാണവായു 5 തരം. അതാണ് അപാനവായു, സമാനവായു, ഉദാനവായു, വ്യാനവായു എന്ന് പറഞ്ഞത്. അവരുടെ രീതികളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രാധാറാണി പറയുകയാണ്, പ്രപഞ്ചം ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് നൽകിയ 5 ഊർജത്തെയും ഹേ കാമദേവ നീ തിരിച്ചെടുത്തുകൊള്ളൂ. അപ്പോൾ ആ നിമിഷം ഞാൻ മരിക്കും. ഇനി 5 ശരങ്ങൾ കൊണ്ടാണ് എൻ്റെ 5 പ്രാണനെയും നീ എടുക്കേണ്ടത്. നിന്റെ 5 ശരങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ 5 ഭാഗത്തേക്ക് അയക്കുക. കാമദേവൻ എങ്ങനെയാണ് 5 ഭാഗത്തേക്കാണ് അയക്കുന്നത്? ആ ശരങ്ങളേറ്റ് ഈ പ്രാണൻ, പഞ്ചപ്രാണൻ ശരീരത്തിൽ നിന്ന് പോകട്ടെ. കാമദേവൻ്റെ 5 ശരങ്ങൾ: 1 താമരപ്പൂ കൊണ്ടുള്ളത്, 2 മാമ്പഴത്തിൻ്റെ, അതായത് മാവിൻ്റെ പൂക്കുലകൾ കൊണ്ടുള്ളത്, 3 പുതിയ മുല്ലപ്പൂ കൊണ്ടുള്ളത്, 4 അശോകം കൊണ്ടുള്ളത്, 5 നീലത്താമര കൊണ്ടുള്ളത്. ഇങ്ങനെ 5 പൂക്കളെ കൊണ്ട് 5 അമ്പുകളാണ് എയ്യുന്നത്. അത് ശരീരത്തിൻ്റെ 5 ഭാഗങ്ങളിലായിട്ടാണ് കാമദേവൻ അമ്പുകൾ എയ്യുന്നത്. ഈ താമരപ്പൂ വന്ന് നമ്മുടെ ദേഹത്ത്, താമരപ്പൂ കൊണ്ട് നിർമ്മിച്ച അമ്പ് വന്ന് നമ്മുടെ ദേഹത്ത് കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സിൽ കാമവികാരവും പ്രണയവും ഒക്കെ ഉണരും, പ്രണയമുണ്ടാകും. ഇതിന് സമ്മോഹനാവസ്ഥ എന്ന് പറയും. മുല്ലപ്പൂ കൊണ്ടുള്ള അമ്പേക്കുമ്പോൾ നമ്മൾ ഒരുവിധം പ്രണയം കൊണ്ട് ഉന്മാദാവസ്ഥയിലെത്തും. അശോകം കൊണ്ടുള്ള അമ്പ് അത് ചുണ്ടിലാണ് തട്ടുന്നത്. അപ്പം നമ്മൾ വിലപിക്കും, വേർപാടില്ലാത്തൊക്കെ വിലപിക്കും, ഇണയെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ കരയും. പിന്നെ മാമ്പൂക്കളാണ്. ആ മാമ്പൂക്കള് നമ്മുടെ ദേഹത്ത് തട്ടുമ്പോഴേക്കും നമ്മുടെ പ്രണയം അങ്ങനെ കത്തി ജ്വലിച്ച് ശരീരമാകെ പടരും. എന്നാൽ പ്രണയിക്കാൻ ആളുമില്ല. നീലോൽപ്പലം, നീലത്താമര കൊണ്ടുള്ള അമ്പേറ്റ് കഴിയുമ്പോൾ ശരീരം സ്തംഭനാവസ്ഥയിലേക്ക് പോകും, നിശ്ചലമാകും. പിന്നെ കൈകാലുകൾ ചലിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് കാമദേവ, എന്നെ നിന്റെ 5 അമ്പുകൾ എയ്ത് സ്തംഭനാവസ്ഥയിലാക്കിയിട്ട് എൻ്റെ പ്രാണനെ നീ അപഹരിച്ചു കൊണ്ടുപോകൂ. അങ്ങനെ ഞാൻ മരിക്കട്ടെ, ഞാൻ ഇനി വീട്ടിലേക്കില്ല. അങ്ങനെ എന്തു ചെയ്യുന്നു? സാക്ഷാൽ രാധാറാണി മലയപർവ്വതത്തിലെ കാറ്റിനോടും പറഞ്ഞു, കാമദേവനോടും പറഞ്ഞതിന് ശേഷം ഇനി രാധാറാണി എങ്ങോട്ടേക്ക് തിരിയുകയാണ്? യമദേവന്റെ സഹോദരിയായ കാളിന്ദിയുടെ അടുക്കലേക്ക് തിരിയുകയാണ്. അല്ലയോ, യമരാജന്റെ സഹോദരിയായ കാളിന്ദിയുടെ മറ്റൊരു പേരാണ് യമുന. മലയപർവ്വതത്തിലെ കാറ്റും കാമദേവനും എന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു. അങ്ങനെ എന്തു ചെയ്യുന്നു? അവർ 2 പേരും എന്നെ ദ്രോഹിക്കുമ്പോൾ നീ മാത്രം എന്തിനെന്നോട് ക്ഷമിക്കുന്നു? കാമദേവൻ സാധാരണഗതിയിൽ ഇണകളെ ഒന്നിപ്പിക്കുന്നവനാണ്. പക്ഷെ ഇവിടെ അവൻ ഞങ്ങളെ 2 പേരെയും വേർപെടുത്താൻ ശ്രമിക്കുന്നു. മലയപർവ്വതത്തിലെ കാറ്റ് നമ്മളെ ശരീരത്തെ തണുപ്പിക്കുന്നതാണ്. പക്ഷേ ഇവിടെ മലയപർവ്വതത്തിലെ കാറ്റ് എന്നെ നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാമദേവനും മലയപർവ്വതവും എന്നോട് വിരോധം കാണിക്കുമ്പോൾ പ്രാണനെടുക്കുന്ന
യമദേവന്റെ സഹോദരിയായ കാളിന്തി അല്ലെങ്കിൽ യമുനെ, നീ മാത്രം എന്തിനാണ് എന്നോട് ക്ഷമിക്കുന്നത്? നീ വരൂ, നീ വന്ന് എൻ്റെ ശരീരത്തെ മുഴുവൻ വിഴുങ്ങൂ. അങ്ങനെ എൻ്റെ പ്രാണനെ നിന്റെ സഹോദരൻ യമൻ വരുന്നതിന് മുമ്പ് തന്നെ നീ എടുക്കൂ. അതായത് സൂര്യൻ്റെയും ഭാര്യ സപ്ഞയുടെയും മക്കളാണ് യമനും, അതായത് കാലൻ, പിന്നെ യമുനയും. അപ്പോൾ ഇവിടെ യമുനയെ യമദേവന്റെ സഹോദരി എന്ന് പ്രത്യേകം അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. കാരണം പ്രാണൻ എടുക്കാൻ അധികാരം യമദേവനാണ്. പക്ഷേ യമദേവന്റെ സഹോദരിയാണ് ആരെന്ന് പറയുന്നത്? ആ യമുന എന്ന് പറയുന്നത്. അതുകൊണ്ട് യമുനാദേവിക്കും പ്രാണൻ എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പം നമ്മൾ പറയത്തില്ലേ, മരണമടുക്കുമ്പോൾ കാലൻ വരുന്നുവെന്ന്. അപ്പം കാലൻ വന്ന് നമ്മുടെ പ്രാണൻ എടുത്തുകൊണ്ട് പോകും. അല്ലയോ യമുനാദേവി, യമദേവൻ വരുന്നത് വരെ കാത്തു നിൽക്കണ്ട, നീ എന്നോട് ക്ഷമിക്കണ്ട, കരുണ കാണിക്കണ്ട, നീ വേഗം വരൂ, വന്ന് എൻ്റെ ശരീരത്തെ മുഴുവൻ വിഴുങ്ങൂ. അങ്ങനെ ഞാൻ മരണം എന്തെന്നറിയിക്കട്ടെ. ഇവിടെ രാധാറാണി പിന്നെ നാട്യശാസ്ത്രം പറയുന്ന അനുസരിച്ച് വേർപാടിൻ്റെ 10ാമത്തെ അവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞു. ആ 10ാമത്തെ അവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ മരണം ആഗ്രഹിക്കുന്നത്. അങ്ങനെ രാധാറാണി വിപ്രലംബ നായിക, അതായത് കാമുകൻ വരാത്തതിൽ നിരാശയായിരിക്കുന്നു. അപ്പോൾ രാധാറാണി ആത്മഹത്യ, മരിക്കാൻ തീരുമാനിച്ചു. ഇനി വേണ്ട, ആത്മഹത്യ എന്നല്ല പറയേണ്ടത്, ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് മലയ പർവ്വതത്തിൻ്റെ അടുത്ത് പറയുന്നു, ബാ, നിനക്ക് വേണമെങ്കിൽ ഇത് അവസാന അവസരമാണ്, നാളെ പ്രഭാതത്തിൽ ഞാനില്ല, എന്നെ പരമാവധി ദുഃഖിപ്പിക്കൂ. കാമദേവ, ഇത് നിനക്ക് അവസാനത്തെ അവസരമാണ്, നീ വന്നുകൊള്ളൂ, വന്നിട്ട് നിന്റെ 5 അമ്പുകളും എൻ്റെ ദേഹത്തേക്ക് എയ്തുകൊള്ളൂ. അങ്ങനെ എയ്തിട്ട് എൻ്റെ പ്രാണനെ അപഹരിക്കൂ. അതിനുശേഷം കാളിന്തിയുടെ അടുത്ത് പറയുകയാണ്, നീ മാത്രം എന്നോട് ക്ഷമിക്കണ്ട, യമദേവൻ എൻ്റെ പ്രാണൻ എടുക്കാൻ വരുന്നത് വരെ കാത്തിരിക്കണ്ട. കാരണം നീ യമദേവൻ്റെ സഹോദരിയാണ്. യമദേവൻ്റെ സഹോദരിക്ക് ഇപ്പം യമനെപ്പോലെ പ്രാണൻ എടുക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് കാളിന്തി, നീ വരൂ, എന്നെ വിഴുങ്ങൂ. ഈ കാമദേവൻ്റെയൊക്കെ അമ്പേറ്റ് ശരീരം ചുട്ടുപൊള്ളിയിരിക്കുകയാണ്. അങ്ങനെ ശരീരം, തണുത്ത ശരീരത്തോടുകൂടി ഞാൻ എൻ്റെ ആത്മാവ് തണുത്ത ശരീരത്തിൽ നിന്ന് വേർപെടട്ടെ. അതുകൊണ്ട് കാളിന്തി ദേവി, നീ എൻ്റെ ജീവൻ എടുക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാധാറാണി കൃഷ്ണൻ വരാത്തത് കൊണ്ട് യമുനയിലിറങ്ങി ആത്മാവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. ബാധാം വിദേഹി മലയാനില പഞ്ചഭാണ പ്രാണാൻ ഗൃഹാണനഗൃഹം പുനരാശ്രയിഷ്യേ കിം തേ കൃതാന്ത ഭഗിനി ക്ഷമയാ തരംഗൈ രംഗാനി സിഞ്ച മമ ശാമ്യതു ദേഹദാഹ പ്രാതർനീലനിചോളമച്യുതമുര സംവേദപീതാംബരം രാധായാശ്ചകിതം വിലോക്യ ഹസതി സ്വൈരം സഖീമണ്ഡലേ വ്രീളാചഞ്ചലമഞ്ജലം നയനയോ രാധായ രാധാനനേ സ്മേരമുഖോ യമസ്തു ജഗദാനന്ദായ നന്ദാത്മജ. ഇനി അടുത്ത വരിയാണ്. അടുത്തത് നോക്കിക്കോളണം. പ്രാതർ നീല നിചോളമച്യുതമുര സംവീത പീതാംബരം രാധാ യാച്ഛകിതം വിലോക്യ ഹസതി സ്വൈരം സഖീ മണ്ഡലേ വ്രീളാചഞ്ചലമഞ്ചലം നയനയോ സ്മേരമുഖോ അയമസ്തു ജഗദാനന്ദായ നന്ദാത്മജ. അർത്ഥമെഴുത്. പ്രാത പ്രഭാതത്തിൽ, നീല നിചോളം, അർത്ഥമെഴുത് നീലവസ്ത്രം, നീല നിചോളം നീല വസ്ത്രം. അച്യുത ശ്രീകൃഷ്ണ, അച്യുത ശ്രീകൃഷ്ണ. ഉര വശസ്, മാറിടം, വശസ്. സംവീത മറയ്ക്കപ്പെട്ടു, മറയ്ക്കപ്പെട്ടു. പീതാംബരം മഞ്ഞ വസ്ത്രം. ചകിതം ഇളകുന്ന. വിലോക്യ കണ്ടിട്ട്.
ഹസതി അർത്ഥം ചിരിക്കുമ്പോൾ, സഖി മണ്ഡലം സഖികളുടെ കൂട്ടം, വ്രീള ലജ്ജ, ചഞ്ചലം ഇളകുന്ന, അഞ്ചലം അഗ്രം. അടുത്തത് നയനയോ കണ്ണുകളാൽ, നയനയോ കണ്ണുകളാൽ, സ്മേരമുഖ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ, സ്മേരമുഖ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ, ജഗദാനന്ദായ ലോകത്തിന് ആനന്ദം നൽകുന്ന, ജഗദാനന്ദായ ലോകത്തിന് ആനന്ദം നൽകുന്ന, നന്ദാത്മജൻ ശ്രീകൃഷ്ണൻ. ഇതൊരു അനുഗ്രഹ ശ്ലോകമാണ്, കേട്ടുകൊള്ളൂ. പ്രഭാതത്തിൽ നീലവസ്ത്രത്തോടു കൂടിയ ശ്രീകൃഷ്ണനെയും മഞ്ഞപ്പട്ടിനാൽ മാറിടം മറച്ച രാധാറാണിയെയും സംശയത്തോടെ കണ്ടിട്ട് സഖികളുടെ കൂട്ടം ഗൂഢമായി ചിരിക്കുമ്പോൾ ലജ്ജ കൊണ്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന കൺകോണുകളാൽ രാധാറാണിയെ നോക്കി പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ ഇരിക്കുന്ന ശ്രീകൃഷ്ണൻ ഈ ലോകത്തിനു മുഴുവൻ ആനന്ദം നൽകുമാറാകട്ടെ. ഇവിടെ ജയദേവ കവി വൈഷ്ണവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് കവി പറഞ്ഞിരിക്കുന്നത്? ശ്രീകൃഷ്ണൻ നീലവസ്ത്രം ധരിച്ചിരിക്കുന്നു, രാധാറാണി മഞ്ഞ വസ്ത്രം കൊണ്ട് മാറിടം മറച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ സഖിമാര് വളരെ ഗൂഢമായി പുഞ്ചിരിച്ചു. അപ്പൊ കൃഷ്ണൻ ലജ്ജ കൊണ്ട് വിവശനായി. അങ്ങനെ ലജ്ജിച്ച ചമ്മിപ്പോയ കൃഷ്ണൻ തൻ്റെ കൺകോണുകൾ കൊണ്ട് രാധയെ നോക്കുന്നു. ആ കൃഷ്ണൻ ഈ ലോകത്തെ രക്ഷിക്കട്ടെ. അതായത് രാത്രിയിൽ രാധാകൃഷ്ണന്മാര് രതിലീലകളാടി, രതിലീലകളാടി അതിൻ്റെ സുഖത്തിൽ കിടന്നിങ്ങനെ മയങ്ങി. അങ്ങനെ മയങ്ങിയിട്ട് രാവിലെ അവർ ഉറക്കമെഴുന്നേറ്റു. ആ പ്രഭാതത്തിലെ സൂര്യൻ വന്ന് തൻ്റെ കണ്ണുകളിൽ തട്ടിയപ്പോൾ രണ്ടുപേരും ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഇവർക്കൊരു കാര്യം മനസ്സിലായത്. അയ്യോ, നേരം പുലർന്നു പോയല്ലോ, നേരം പുലർന്നു പോയല്ലോ. അപ്പൊ പെട്ടെന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് എന്തു ചെയ്തു? വസ്ത്രമെടുത്തു. വസ്ത്രമെടുത്ത് ദേഹം മറച്ചു. അതായത് രാത്രി രതിലീലകളാടി രണ്ടുപേരും കിടന്നുറങ്ങി. രാവിലെ സൂര്യ വെളിച്ചം വന്നപ്പോഴാണ് അയ്യോ നേരം വെളുത്തല്ലോ. പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഡ്രസ്സ് എടുത്തിട്ട് എന്ത് ചെയ്തു? അവരവരുടെ ദേഹം മറച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, കൃഷ്ണൻ ധരിച്ചിരുന്ന മഞ്ഞപ്പട്ട് അത് രാധാറാണി എടുത്ത് തൻ്റെ മാറിടം മറച്ചു. രാധാറാണി ധരിച്ചിരുന്ന നീലവസ്ത്രമെടുത്ത് കൃഷ്ണൻ മഞ്ഞപ്പട്ടിന് പകരം ഉടുത്തു. അപ്പൊ സാധാരണ ഗതിയിൽ കൃഷ്ണൻ മഞ്ഞപ്പട്ടയെ ഉടുക്കൂ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ നേരം വെളുത്തു, രണ്ടുപേരും ആലിംഗനം ചെയ്ത് കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ചാടി എണീറ്റ് വെപ്രാളത്തിൽ രാധാറാണിയുടെ വസ്ത്രമെടുത്ത് കൃഷ്ണൻ പീതാംബരത്തിന് പകരം ഉടുത്തപ്പോൾ രാധാറാണിയുടെ കയ്യിൽ കിട്ടിയത് കൃഷ്ണന്റെ പീതാംബരമാണ്. ആ പീതാംബരം എടുത്തങ്ങ് മാറിടം മറച്ചു. അപ്പൊ സഖിമാര് നോക്കിയപ്പോൾ എന്നും മഞ്ഞപ്പട്ടുടുത്ത് നിൽക്കുന്ന കൃഷ്ണൻ നീല വസ്ത്രം ധരിച്ചിരിക്കുന്നു. നീലവസ്ത്രം മാത്രം ധരിക്കുന്ന രാധാറാണി മഞ്ഞപ്പട്ടുകൊണ്ട് മാറിടം മറച്ചു. അപ്പൊ തോഴിമാരെല്ലാരും കൂടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങക്ക് മനസ്സിലായി, അങ്ങക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി രണ്ടുപേരും കൂടെ എന്തായിരുന്നെന്ന് മനസ്സിലായി. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ ലജ്ജിതനായി. ലജ്ജിതനായി അങ്ങ് ചമ്മിപ്പോയി. അങ്ങനെ ചമ്മിപ്പോയ ശ്രീകൃഷ്ണൻ തൻ്റെ കടക്കണ്ണുകൾ കൊണ്ട് ലജ്ജ കൊണ്ട് വിവശയായി നിൽക്കുന്ന രാധാറാണിയെ നോക്കി. അങ്ങനെ തോഴിമാരുടെ ഗൂഢസ്മിതത്താൽ
ലജ്ജ പൂണ്ട കൃഷ്ണൻ കടക്കണ്ണുകൊണ്ട് രാധയെ നോക്കുന്നു. അങ്ങനെ കടക്കണ്ണുകൊണ്ട് രാധയെ നോക്കുന്ന ഈ കൃഷ്ണൻ ഈ ലോകത്തെ മുഴുവനും ആനന്ദത്തിൽ ആറാടിക്കട്ടെ. ഇവിടെ ജയദേവ കവി ലോകത്തോട് മുഴുവനുമുള്ള താല്പര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ജയദേവ കവി പറയുന്നത് ശ്രീകൃഷ്ണൻ ഇന്ത്യക്കാർക്ക് ആനന്ദം പകരട്ടെ എന്നല്ല, ഈ ലോകത്തിന് മുഴുവൻ ആനന്ദം പകരട്ടെ എന്നാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകത്തിന് മുഴുവനും ആനന്ദം പകരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യക്കാര്. ഇന്ത്യയിലെ കവി പോലും ഇന്ത്യക്കാരൻ ആനന്ദം കിട്ടണമെന്നല്ല പറയുന്നത്, ലോകത്തിന് മുഴുവനും ആനന്ദം കിട്ടണം. അങ്ങനെ പറയുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാര്. ഈ ശ്ലോകം കേൾക്കേണ്ടത് പാകിസ്ഥാൻകാരാണ്. ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ആത്മീയതയുടെ അടിത്തറയുള്ള ഇന്ത്യയിൽ വന്നാണ് 26 എണ്ണത്തിനെ വെടിവെച്ചു കൊന്നത്. ഇന്ത്യക്കാർക്ക് ആരെയും തിരിച്ചടിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ശാന്തമായി ജീവിക്കുന്നവരെ ആക്രമിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കും. അപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, ഇത് അഷ്ടപതിയുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ ഇത് വന്നപ്പോൾ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഞങ്ങളുടെ ജയദേവ കവി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജയദേവ കവി പോലും ഇന്ത്യക്ക് ആനന്ദം കിട്ടണമെന്നല്ല പറയുന്നത്, ലോകത്തിന്. ആ ലോകത്തിന് മുഴുവൻ ആനന്ദം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെങ്കിൽ നിവർത്തികേടുകൊണ്ടാണ്. ഇന്ത്യയിലെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അത് ആക്രമിക്കുന്നത്. ഇവന്മാരെ കൊണ്ട് ഈ ലോകത്തിന് ശല്യമായതുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു, അതിനു വേണ്ടി മാത്രം നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുകയല്ല, ആക്രമിക്കാൻ നിർബന്ധിതരായി തീരുകയാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ജയദേവ കവി ജീവിച്ചിരുന്ന ഭാരതത്തിൽ, ഇന്ത്യയിൽ ജീവിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരും അഭിമാനം കൊള്ളുന്നു. അതെ, ഞങ്ങളുടെ ജയദേവ കവി പറയുന്നു, കൃഷ്ണ കൃഷ്ണ ഇന്ത്യക്ക് ആനന്ദം കൊടുക്കാനല്ല, ലോകത്തിന് മുഴുവൻ ആനന്ദം കൊടുക്കാൻ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.